നമുക്ക് കൃഷിത്തോട്ടമൊക്കെ ഒന്ന് നന്നാക്കണം. പിന്നെ ഒരുമിച്ച് കളിക്കണം, ഒരുമിച്ച് ചായ ഇടണം. സത്യാണോ? താങ്ക് യു ജീവ സാറേ, താങ്ക് യു. സാറ് വലിയ ശക്തിമാൻ തന്നെ. ഞാൻ ജീവ സാറിനോട് ഇപ്പൊ പ്രാർത്ഥിച്ചതേ ഉള്ളൂ ചേച്ചിയുടെ മനസ്സ് മാറ്റി തരാൻ. അതിനിടയ്ക്ക് തന്നെ സാറ് മനസ്സ് മാറ്റി. താങ്ക് യു സാറേ, താങ്ക് യു. ആദ്യം നമുക്ക് സുദേശിനും രാഹുലിനും ഒക്കെ വെള്ളം കൊടുക്കാം. അതിനു മുമ്പ് നമുക്കൊരു ചായ കുടിച്ചാലോ? ചെടികൾക്ക് വെള്ളം ഒഴിച്ചിട്ട് ചായ കുടിക്കാം, അതല്ലേ നല്ലത്? ഏയ്, ചായ കുടിക്കുമ്പോ ഒരു ഉന്മേഷം കിട്ടും. ചായ കുടിച്ചിട്ട് മഹേഷിനും നന്ദുവിനും രേഷ്മയ്ക്കും ഒക്കെ വെള്ളം കൊടുക്കാം. ആരാ മഹേഷും നന്ദു ഒക്കെ? ചെടികള്. ആ പേര് കേട്ടിട്ടില്ലല്ലോ ഇതുവരെ. നമ്മൾ ഇന്നു മുതല് പേരുകളൊന്നും മാറ്റാം. അല്ലെങ്കിൽ വേണ്ട, പഴയ പേര് തന്നെ മതി. നമുക്കാദ്യം ചായ ഉണ്ടാക്കാം. വാ. അപ്പൊ വാ. ഇവനെ കൊണ്ട് തന്നെ ഇന്ന് ചായ ഇരിക്കണം. ചേച്ചി അടുക്കളയെ പാകം ചെയ്യുന്നത് കാണാൻ നല്ല രസാ. ഞാൻ പഠിപ്പിച്ചു തന്നൊക്കെ നീ മറന്നോ? ഇല്ലല്ലോ. ഇല്ല, അമ്മയ്ക്ക് പനി വന്നപ്പോ ഞാനാ കഞ്ഞി വെച്ചത്. ആണോ? മിടുക്ക്. കൊടുകൈ. എന്നാ നീ ചായ ഇട്ടേ. എല്ലാം ഓർമ്മയുണ്ടോന്ന് അറിയണല്ലോ. ഓക്കെ ചേച്ചി, ഇപ്പൊ ചായടാ. ചേച്ചി ചായ ഉണ്ടാക്കുന്നത് പോലെ ഞാനും ചായ ഇടും. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? പറയാം. ആദ്യം പാത്രത്തിൽ വെള്ളം എടുത്ത് അടുപ്പിൽ വെക്കണം. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്യണം. ആഹാ, അപ്പൊ ഒന്നും മറന്നിട്ടില്ല. ഗുഡ്. ടീ ബാഗാണോ ടീ പൗഡറാണോ ഉപയോഗിക്കുന്നത്? ടീ ബാഗോ? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ചേച്ചി സ്റ്റൗ ഒന്ന് കത്തിച്ചേ. സ്റ്റൗ കത്തിക്കാൻ ഞാൻ പഠിപ്പിച്ചെന്നല്ലേ, നീ മറന്നോ? സ്റ്റൗ ഒന്ന് കത്തിച്ചേ കാണട്ടെ. തന്നെ ഒഴിച്ചോളാം. നീ ഒന്നും മറന്നിട്ടില്ലല്ലോ. ചേച്ചിക്ക് സന്തോഷായി. സൂപ്പർ. നമ്മളിട്ട ചായ സൂപ്പറാ അല്ലേ? നമ്മളിട്ട ചായയോ? അല്ലേ അപ്പു, നമ്മളിട്ട ചായ സൂപ്പർ അല്ലേ? സൂപ്പറാ. ചേച്ചി പഠിപ്പിച്ചത് അതുപോലെ നീ ചെയ്തു. എന്നുവെച്ചാ ചായ ഇട്ടത് ഞാനാ. അല്ല, ഞാനല്ലേ ചായ ഇട്ടത്. അതെങ്ങനാ പോ? ആരാ നിനക്ക് ചായ ഇടാൻ പഠിപ്പിച്ചു തന്നത്? അത് ചേച്ചി. ചേച്ചി പഠിപ്പിച്ചു തന്നില്ലായിരുന്നെങ്കിൽ അപ്പന് ചായ ഇടാൻ പറ്റുമായിരുന്നോ? ഇല്ല. അങ്ങനെ നോക്കുമ്പോ ചായ ഇട്ടതാരാ? അത് ചേച്ചി. ഗുഡ്. പക്ഷെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ എടുക്കുന്നില്ല. നമ്മളിട്ട ചായ ഞാൻ അങ്ങനെ പറയൂ. അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം. ചായ റെഡി, ചായ റെഡി. അമ്മ ചായ റെഡി, ചായ റെഡി, ചായ റെഡി. ഞാൻ കാത്തിരിക്കുമായിരുന്നു.
ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങള് രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയ ചായ. ആഹാ. ആ സൂപ്പർ, നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ടോ അമ്മ? ആ, ഇതിലും നന്നായിട്ടൊരു ചായ ഈ ലോകത്ത് എവിടെയും കിട്ടില്ല. അമ്മ, ഇതിന്റെ ക്രെഡിറ്റ് എനിക്ക് മാത്രമായിട്ട് തരരുത്. അപ്പവും സഹായിച്ചിട്ടുണ്ട്. ഞാനല്ലേ ചായ ഇട്ടത്? കണ്ടോ അപ്പു, ചേച്ചിയുടെ ക്വാളിറ്റി ഉണ്ടോ? ഒരു അംഗീകാരം കൂടെ നിൽക്കുന്നവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അതൊരു പാഠമാണ്. ചേച്ചി സൂപ്പർ മാത്രമല്ല, ഭയങ്കര തള്ളും കൂടിയാ. അപ്പോ ചായ നന്നായന് ഒരു ഉമ്മ തന്നെ. എനിക്കും വേണം. അതിനെന്താ? ഞാനേ അപ്പോ നമുക്കിത് നടക്കാൻ പോവാമ്മ. മോളുടെ അല്ല, നിങ്ങളുടെ ചായ കുടിച്ചതോടെ ഞാൻ ഡബിൾ ഉന്മേഷത്തിലായി. ആരാമേ ഫോൺ ചെയ്യുന്നേ? ഹലോ. വക്കീല് പുതിയ കോമഡിയൊക്കെ ഇറക്കിയെന്ന് അറിഞ്ഞു. പരാതികൾ ചറപറാന്ന് പറക്കാൻ പോവുകയല്ലേ? എനിക്ക് ചിരിക്കാൻ വയ്യ. സാറിപ്പ ചിരിച്ചോ? വൈകാതെ സാറിനെ നോക്കി ആൾക്കാർ ചിരിച്ചോളും. ഹലോ ഹലോ. അമ്മ കൊടുകൈ. അമ്മ കലക്കി, അമ്മ തകർത്തു. അത് നിങ്ങൾ ഇട്ട് തന്ന ചായയില്ലേ, അതിന്റെ എനർജിയാ. പിന്നെ എന്റെ മക്കൾ അടുത്ത് നിൽക്കുന്നതിന്റെ ശക്തിയും. ഇത് യഥാർത്ഥത്തിലെ ആരുടെ ശക്തിയാണെന്നറിയോ? ജീവസാറിന്റെ അല്ലേ അപ്പോ? ആ, അത് നേരാ. ജീവസാറ് ശക്തിമാനാ. അമ്മയ്ക്ക് പ്രയാസം വന്നെന്ന് ജീവസാർ അറിഞ്ഞു കാണും. ജീവസാറേ, അമ്മയുടെ കൂടെ ഉണ്ടാവണേ. ദിയ, അമ്മേ, ചേച്ചി പ്രാർത്ഥിച്ചത് നല്ല കാര്യല്ലേ? എന്റെ ശക്തി എന്ന് പറയുന്നത് നിങ്ങളാ. നിങ്ങൾ അടുത്തുണ്ടായാ മതി. ശരി അമ്മ, ഓക്കെ, നമുക്കത് വിടാം. അപ്പൊ നമുക്ക് നടന്നാലോ? ശരി. അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലെങ്കിലും ജിയോ സാറ് ഇങ്ങോട്ട് സഹായിക്കും. അമ്മ നോക്കിക്കോ. മതി, നടക്കും. നീ ഒരു ഭയങ്കര തന്നെ പാവം അപ്പു. അവനെ കൊണ്ട് നീ ചായ ഇടിപ്പിച്ചല്ലേ? നിനക്കാ തരേണ്ടത്. വലിയ നാടൻ രീതി. ചായ ഇടല്, ചോറ് വെക്കല്, മറ്റുള്ളവരാ കഷ്ടപ്പെടുന്നത്. ആ പിന്നെ നീ പിന്നെ അച്ഛമ്മയെ വിളിച്ചോ? സത്യത്തില് അകപ്പെട്ടൂന്ന് തന്നെയാ ഞാൻ വിചാരിച്ചെ. ഒരു വിധത്തിലാ ഒക്കെ അച്ഛമ്മയുടെ തോന്നലുകളാണെന്ന് പറഞ്ഞൊപ്പിച്ചെടുത്തത്. ഞാനത് ഓർമ്മിച്ചില്ല. അച്ഛമ്മയോട് സംസാരിച്ചപ്പോഴാ എനിക്കൊരു സമാധാനമായത്. ആ നോക്ക്, എത്രയും പെട്ടെന്ന് തന്നെ അച്ഛനമ്മയെ ഒന്നിപ്പിക്കാനുള്ള മാർഗം നോക്കി തുടങ്ങണം. അച്ഛമ്മ ഇവിടെ എത്തിയ ഉടൻ എന്തേലും രീതിയില് ഞാനത് നടത്തും. എന്ത് രീതിയും മനസ്സിലുള്ളത്. പെട്ടെന്ന് എന്തേലും അസുഖം പോലൊക്കെ ഞാൻ അഭിനയിക്കും. പിന്നെ അമ്മയെ കാണണമെന്ന് പറയും. അതൊരു നല്ല ടെക്നിക്കല്ലേ? ആ, കുഴപ്പമില്ല. പക്ഷെ പ്രധാന പ്രശ്നം ചെന്നൈയിലെ ആളല്ലേ. അച്ഛനെ വിളിച്ച് നമുക്ക് ചെന്നൈ പോണം. ആ, അത് ശരിയാ. 2 ദിവസത്തിനുള്ളിൽ അച്ഛമ്മ വരും. അച്ഛമ്മ വന്നാലുടൻ ഞാൻ തന്ത്രപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കും. ആ പിന്നെ ഇവിടെ ഭൂവനങ്കളിന് നല്ല സംശയമുണ്ട് കേട്ടോ. ഇവിടെ അപ്പൂനും അങ്ങനെ തന്നെയാ. ഭൂവനങ്ങള് എപ്പോഴും എന്നെ സംശയിച്ച് എന്റെ പിറകെ ഉണ്ട്.
പക്ഷെ കേട്ടോ ഐശ്വര്യ, പൂരൻ അങ്കിളിനെ പോലെ ഇത്രയും നല്ലൊരു അങ്കിളിനെ ഞാൻ ലോകത്ത് വേറെ എവിടെയും കണ്ടിട്ടില്ല. പാവമാണേ. ഇപ്പൊ തന്നെ എന്റെ അടുത്തുണ്ട്. എന്നാ ഞാൻ ഫോൺ കട്ട് ചെയ്യണേ. ആ കട്ട് ചെയ്തോ. എന്റെ ക്ലാസ്സിലെ ഐശ്വര്യായിരുന്നു. അവളോട് സംസാരിക്കായിരുന്നു. പൂരങ്ങളുടെ കാര്യങ്ങളും പറഞ്ഞു. അസുഖം പോലൊക്കെ അഭിനയിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടു. അത് അച്ഛമ്മയുടെ അസുഖത്തിന്റെ കാര്യമാ പറഞ്ഞ. പിന്നെ മോളെ, അങ്കിളുടെ ചോദ്യം ചോദിക്കട്ടെ? ആ എന്റെ അങ്കിളെ ചോദിച്ചോ. മുമ്പ് ജീവസാറിന് വന്നൊരു കല്യാണാലോചന നമ്മൾ മുടക്കി. എങ്ങനെ അത് മുടക്കിയെന്ന് മോൾക്ക് ഓർമ്മയുണ്ടോ? എന്നാലും പൂനങ്ങൾ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെ പറയാൻ? അച്ഛനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണോന്ന്. ആര് പറഞ്ഞു? അങ്കിളിപ്പോ എന്നോട് പറഞ്ഞില്ലേ? എന്റെ ദൈവമേ, വാദി പ്രതിയായില്ല മോളെ. അങ്കിളൊന്നും പറഞ്ഞിട്ടുമില്ല, ഒന്നും ചോദിച്ചിട്ടില്ല, നമ്മളമ്മ കണ്ടിട്ടുമില്ല. അയ്യോ എന്റെ പൊന്നു. രക്ഷപ്പെട്ടു. ഈ ഭുവനങ്ങൾ എന്നെ സംശയമുണ്ടല്ലേ? ഞാനും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു അൻസൽ, താങ്ക് യു. വിവരാവകാശ നിയമം വഴി കിട്ടിയ രേഖകളുടെ ആധികാരികത ഇനി അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇത് നാളെ പോസ്റ്റ് ചെയ്യണം. ഇന്നലെ കിട്ടിയ സ്റ്റോറികൾ വെച്ചുള്ള ന്യൂസ് ഏത് നിമിഷവും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി റെഡിയാക്കണം. ആ ഓക്കെ ഓക്കെ. ആ കാര്യങ്ങൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ ചേട്ടാ. നമുക്കൊരാവശ്യം വരുമ്പോ കൂടെ നിൽക്കാനും സപ്പോർട്ട് ചെയ്യാനും കുറച്ചു പേരുണ്ടെന്ന് അറിയുക. അതിന്റെ ശക്തി ഒന്ന് വേറെയാ. ഞാൻ തനിക്ക് ഫുൾ സപ്പോർട്ടാ. പക്ഷേ കളിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനോടാ. അതും ചെറിയ രാഷ്ട്രീയക്കാരനല്ല, കാലുവാരലും കയ്യാങ്കളിയൊക്കെ അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. അതും MLA. അയാൾ തിരിച്ചെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്ന് ഒരു ധാരണ വേണം. ഞാൻ ആത്മവിശ്വാസം കൂടിയിട്ട് പറയുകയല്ല, ആലോചിച്ചിട്ട് തന്നെ പറയുക. അയാൾ തിരിച്ചെന്ത് വേണമെങ്കിലും റിയാക്ട് ചെയ്തോട്ടെ, പ്രശ്നമില്ല. ഞാൻ ഉറച്ചു തന്നെയാ. ആ GKയുടെ കാര്യം എന്തായി? അയാളുടെ തീരുമാനങ്ങൾ? അയാൾ റൂം വെക്കേറ്റ് ചെയ്തിട്ടില്ല. എന്തോ ശക്തമായ പ്ലാനിംഗ് നടക്കുന്നുണ്ട്. അതെന്താണെന്നറിയാൻ കാത്തിരിക്കാൻ ഞാൻ. വരട്ടെ, ഒന്നൊന്നായി വരട്ടെ. എനിക്കിപ്പോ എവിടുന്നോ ഒരു ശക്തി കിട്ടിയതുപോലെയാ. എന്നോടുള്ള റിയമോളുടെ ഒരു ആരാധനയും വിശ്വാസവും ഭക്തിയും ഒക്കെ കടമകൾ ചെയ്യാനുള്ള ശക്തി കൂട്ടുക. അവളുടെ അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ ഞാൻ ഒക്കെ ചെയ്യുന്നത്. നിഴലും പൂനിലാവുമായി ഒഴുകി വരുന്നു. വന്നു നാട്ടിലിപ്പോ പ്രേതപ്പെട്ട എന്തൊരു കഷ്ടം. മനുഷ്യനോട് പേടിച്ചുപോയി. കഴിഞ്ഞ ജന്മത്തിലെ കാര്യവും ആത്മാവിന്റെ കാര്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് പേടിപ്പിക്കുന്നത് വിളിക്കുന്നത്. എന്തിനാ വിളിച്ചേ? നീ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്ത് കാര്യം? ഒരു അതിശയം കാണിക്കാനാ. വാ. എന്താ വിഷയം? കാര്യം എന്താ പറ. ഇങ്ങോട്ട് വാ പൂന, വാ. എന്ത് കാഴ്ചയാണ് നീ കൊണ്ടുപോകുന്നത്? എന്തു വെച്ച് പറ. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കാൻ പാടില്ലെന്നാ. പിന്നെ അടുക്കളയിലല്ലേ പൂരം. ഇവക്കുള്ള ദേഹത്ത് ആത്മാവ് കൂടിയ. ഈ കാഴ്ച കാണാനാ ഞാൻ വിളിച്ചേ. ഇതുപോലൊരു കാഴ്ച പൂരം കണ്ടിട്ടുണ്ടോ? വെള്ളം തിളപ്പിക്കാൻ പോലും അറിഞ്ഞൂടാത്ത കുഞ്ഞാ. പാചകം ചെയ്യുന്നത് കണ്ടോ? പൂന, ഞാൻ പറഞ്ഞ ഇതേ പ്രേതങ്ങളൊക്കെ പാചകം ചെയ്യാൻ എനിക്ക് നമുക്ക് നോക്കാം. വേണ്ട വേണ്ട. ഒരാൾക്ക് ഇതെനിക്ക് തെളിവോട് കാണിച്ചു കൊടുക്കണം. മോളിപ്പോ വിളിക്കരുത്. മോളുടെ ശ്രദ്ധ മാറ്റരുത്. ഇവിടെ നിന്നു. ആത്മാവിന്റെ പാചകം ഇന്ന് ഞാൻ തീർത്തു തരാം.
ഇന്നത്തോടെല്ലാം തെളിയണം. കല്ലും നെല്ലും തെളിയണം. ഒന്നീ പാറ അല്ലേ വെള്ളം, രണ്ടിലൊന്നിന്ന് അറിയണം. ഞാൻ തെളിയിപ്പിക്കും സാറേ. സാറേ ഞാൻ തെളിയിപ്പിക്കുന്നു സാറേ. ആ സാറേ, ഡോക്ടറുടെ ക്യാരക്ടർ മാക്സിമം ഡെവലപ്പ് ചെയ്യണം. ആ അതൊക്കെയാണ്. സാറേ പിന്നെ സാറേ. എന്താ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഭുവന. സാറ് കൊണ്ടുപോ സാറേ, വേഗം വരണം. ഒരു ഭയങ്കര കാര്യം കാണിച്ചു തരാം. ജയൻ സാറ് വരണം. ഭയങ്കര കാര്യോ? താൻ കാര്യം പറ. അത് പറയാനുള്ള കാര്യമില്ല സാറേ, കാണാനുള്ളതാ. ആദ്യം കാണണം. പിന്നെ എനിക്ക് കുറച്ച് പറയാനുണ്ട്. എന്താ ഭുവന പ്രശ്നം? വലിയ പ്രശ്നം സാറേ, വലിയ പ്രശ്നം. കുറച്ച് ദിവസമായിട്ട് എന്റെ മനസ്സിൽ കിടന്ന് ആന്തോളനം ചെയ്യുന്ന പ്രശ്നമാണ് സാറോ. വാ ചേട്ടാ, എന്താണെന്ന് നോക്കിയിട്ട് വരാം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തെളിയിക്കണം. ഞാൻ തെളിയിക്കും സർവാ. രണ്ടുപേരും വാ, ഇന്ന് ഞാൻ തെളിയിക്കും. വാ വാ വാ, ഇതൊക്കെ കണ്ട് ബോധ്യപ്പെടേണ്ട കേസാ. വാ, ഞാൻ കാണിച്ചു തരാം. എന്നോടാ കളി. വാ, കണ്ട ഇത് നോക്കട്ടെ സാർ. സാർ കണ്ട? സാർ കണ്ടോ? പ്രിയ അവള് പാചകം ചെയ്യുന്ന കണ്ട? അടുക്കള കയറി സ്റ്റൗ കത്തിച്ച് പാത്രം വെച്ച് അതിന് വേണ്ട ചേരുവകളൊക്കെ ചേർത്ത് തയ്യാറാക്കി വെച്ചേക്കുന്ന കണ്ട? കണ്ട? ഇതാണ് ഞാൻ പറഞ്ഞത്, പലതും തെളിയിക്കാനുള്ളത്. സാറ് പറ സാറേ, ഇത് നമ്മുടെ പഴയ റിയമോളാണോ? നിർത്ത. മോളെ, ഇത് മോളുണ്ടാക്കിയതാണോ? അതേച്ചാ, ഇത് ഞാനുണ്ടാക്കിയ സാമ്പാറാണ്. അല്ല, ഇത് റിയമോളല്ല. റിയമോൾക്ക് സ്റ്റൗ കത്തിക്കാൻ പോലും അറിയത്തില്ല. ഇത് റിയമോളുടെ ഉള്ളിലെ ഭുവന. ഗ്രേറ്റ് ഗ്രേറ്റ്. ഏട്ടാ, എന്റെ മോൾ എന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുക. താൻ മാത്രമല്ല, ഞാനും നന്നായി ഞെട്ടിയിരിക്കുക. അന്ന് വന്നപ്പോ ജീവ പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ചായ ഇടാൻ പോലും അറിയില്ലെന്ന്. അതിശയമായിരിക്കുന്നു. ഇതെങ്ങനെയാ മോളെ പഠിച്ചത്? ക്യാമ്പീന്ന് പഠിച്ചാ. ഈശ്വര, ഇതിനും മാത്രം കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഈ ക്യാമ്പ് ഇത് എവിടെ കിടക്കുന്നു? കൃഷിക്കളം ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു, പാചകം പഠിപ്പിക്കുന്നു, ബസ് ഓടിക്കാൻ പഠിപ്പിക്കുന്നു, പ്ലെയിൻ ഓടിക്കാൻ പഠിപ്പിക്കുന്നു. ഓന ഒന്ന് ചുമ്മാ ഇരിക്കൂ. ഇന്ന് ഈ സാമ്പാർ മാത്രം മതി ഇവിടെ എല്ലാവർക്കും. മറ്റൊരു കറികളും വേണ്ട. അങ്ങനെ എന്റെ മോൾ ആദ്യമായിട്ട് തയ്യാറാക്കിയ സാമ്പാർ കഴിക്കാൻ പോവുക. ഒരച്ഛനെന്ന നിലയിൽ എന്റെ സന്തോഷം എന്തുമാത്രം ഉണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. അതിന് എന്റെ മോൾക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. സൂപ്പർ. ഗ്രേറ്റ്. സത്യം, എന്റെ മോളുടെ സ്നേഹം കൂടി നിറഞ്ഞപ്പോ ഇതിന്റെ ടേസ്റ്റ് അങ്ങ് ഇരട്ടിച്ചു. കലേ, എനിക്കും ജേട്ടനും കുറച്ച് ചോറും മോളുണ്ടാക്കിയ സാമ്പാറും എടുത്തു. ജേട്ടന് കുറച്ച് വിശപ്പില്ലേ ഇപ്പൊ? വായടാ. ഈ മോളുണ്ടല്ലോ, ഈ മോള് വലിയ ആളാകും. സാമ്പാർ ഉണ്ടാക്കിട്ട അതല്ല, മോളുടെ മനസ്സിപ്പോ വലിയ വലിയ ആളുകളുടെ മനസ്സാ. സാമ്പാറൊക്കെ കൊള്ളാം. ഇത് റിയമോൾ തന്നെ ഉണ്ടാക്കി. സാമ്പാർ കൊള്ളാം, സൂപ്പർ. ഇത് റിയമോൾ തന്നെ ഉണ്ടാക്കിയതാണോന്നാണ് എന്റെ സംശയം. അതും ഇനി കഴിഞ്ഞ ജന്മത്തിൽ ഏതോ ദേഹണ്ണക്കാരന്റെ ആത്മാവ് കുട്ടിയുടെ ദേഹത്ത് കയറിയതാണോ? ഓ, ആത്മാക്കൾ കയറി കയറി ഈ വീട് നശിക്കും. എനിക്കൂടെ ഒരു പ്ലേറ്റ് ചോറെടുത്തു.
സത്യം. ദിയായിട്ട് റിയമോളെ എനിക്ക് തോന്നുന്നത്. കൈക്കുഞ്ഞായിരിക്കുമ്പോ റിയമോളുടെ ചില രീതികളൊക്കെ ഇങ്ങനെയായിരുന്നു. റിയമോൾ ഇഴഞ്ഞ് മുറ്റത്ത് കാറിന്റെ അരികിലേക്ക് പോകുമ്പോ ദിയമോളുടെ ശ്രദ്ധ വേറെയായിരുന്നു. ദിയമോളെ അട്രാക്ട് ചെയ്തിരുന്നത് കിളികളുടെ ശബ്ദമായിരുന്നു. പലതരം കിളികളുടെ പലതരം ശബ്ദങ്ങൾ തിരിച്ചറിയാൻ അവൾ കാണിക്കുന്ന ഭാവപ്രകടനങ്ങൾ കണ്ട് ഞങ്ങൾ രസിക്കുമ്പോ അച്ചമ്മ പറയും, വളരെ ഏകാഗ്രമായ മനസ്സാ ദിയമോളുടെ എന്ന്. 6 മാസമുള്ള റിയമോളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ ദിയ അന്നേ വളരെ പക്വത കാണിക്കുമായിരുന്നു. താൻ ഭാഗ്യം ചെയ്ത അച്ഛനാ. തനിക്ക് ദൈവം തന്ന ഭാഗ്യങ്ങള് 2 പൊന്നുമക്കളും. ഞാൻ പറയുന്നത് രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് തമ്മിൽ കാണാനുള്ള സാഹചര്യം ഒരുക്കണം. ഇരട്ടക്കുട്ടികള് ഒരേ സമയം ലോകത്തേക്ക് എത്തിയതാ. അവരെയാ ഇപ്പൊ പിരിച്ചേക്കുന്നത്. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണക്കാരൻ ഞാനോ കാവ്യോ അല്ല. ഒരുപക്ഷെ ഞാൻ സമാധാനിക്കും പോലെ വിധിയാവാം. വിധി എന്ന 2 അക്ഷരത്തിൽ എന്ത് ഒളിപ്പിച്ച് നമുക്ക് രക്ഷപ്പെടാനാവും? അതേസമയം ചില വിധികളോട് നമുക്ക് നേരിട്ട് പോരാടേണ്ടി വന്ന വിജയം എന്ന 3 അക്ഷരം നൽകുന്ന സംതൃപ്തിയുണ്ടല്ലോ, അതായിപ്പോ താനും കാവ്യയും മനഃപൂർവ്വം അകറ്റി നിർത്തിയിരിക്കുന്നത്. അതെത്ര കാലത്തേക്കാ? അകന്നിരുന്നാലും തന്റെയും കാവ്യയുടെ മനസ്സിൽ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ആ സ്നേഹം ഉണ്ടാവും. പക്ഷേ വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സിലോ? അതിനെക്കുറിച്ച് ആലോചിക്കുക. തന്റെയും അച്ഛമ്മയുടെ നിഗമനങ്ങൾ വെച്ച് അഗ്രസീവ് റിസോർട്ടുമായ റിയമോളുടെയും ദിയമോളുടെയും മനസ്സുകൾ അടുത്തറിയേണ്ട കാലം അതിക്രമിച്ചു. ശരിയാ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദിയമോളും റിയമോളും ഒന്നിക്കണം. അവർ രണ്ടുപേരും 2 സ്വഭാവമായാൽ കൂടി അവർ ഒന്നിച്ചാലുണ്ടാവുന്ന ഒരു കെമിസ്ട്രി, അത് അവരുടെ ഭാവിക്ക് തന്നെ ഗുണം ചെയ്യും. വരട്ടെ ചേട്ടാ, വരട്ടെ. ഒക്കെ ഒന്ന് ശാന്തമാവട്ടെ. എന്നിട്ട് കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം. ഇപ്പോ ആ MLA ഒതുക്കി കാവ്യക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക. അതാ എന്റെ മനസ്സിൽ.